ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്, മലയാളത്തിലുണ്ട്. മലയാളത്തിലെ പാസീവ് വാചകങ്ങൾക്ക് ഉദാഹരണമാണ് ഞങ്ങളെ ക്ഷണിച്ചു, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ കൊണ്ടുവന്നു, ഞങ്ങളെ കൊണ്ടുപോയി. ഈ രീതിയിൽ പറയുന്നതാണ് പാസീവ്. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില വെർബ്സ്, ചില ക്രിയകളെ രണ്ട് രീതിയിൽ പാസീവ് ആക്കി പറയാറുണ്ട് മലയാളത്തില്. ഉദാഹരണം നമ്മൾ കണ്ടതാണ് അവനെ ശിക്ഷിച്ചു. അത് തന്നെ അവൻ ശിക്ഷിക്കപ്പെട്ടു, അങ്ങനെയും പറയാം. അവനെ ശിക്ഷിച്ചു അല്ലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെട്ടു, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. എന്നാൽ എല്ലാ വെർബ്സും എല്ലാ ക്രിയകളും മലയാളത്തിൽ ഇതുപോലെ രണ്ട് രീതിയിൽ പറയാൻ സാധിക്കില്ല. നമ്മൾ കൂടുതലും പറയുന്നത് അവനെ സഹായിച്ചു, അവനെ കൊണ്ടുവന്നു, അവനെ ശിക്ഷിച്ചു, അങ്ങനെയാണ്. വേറൊന്നും ഓർക്കേണ്ടത്, എല്ലാ വെർബ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവൻ ഓടി, അവനെ ഓടി, അങ്ങനെ നമ്മൾ പറയില്ല. എന്നാൽ അവൻ കണ്ടു, അവനെ കണ്ടു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. മലയാളത്തിലെ എല്ലാ വെർബ്സും പാസീവായിട്ട് പറയാൻ പറ്റാത്തതുപോലെ ഇംഗ്ലീഷിലും എല്ലാ വെർബ്സും പാസീവായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ചൂസ് എന്ന വെർബാണ്. ചൂസ്, ചോസ്, ചോസൺ, ഈ ഫോംസ് അറിഞ്ഞിരിക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് ആണ് നമ്മൾ കാണുന്നത്. ഐ എന്നതിന്റെ, ഞാൻ, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ എഴുതാറുണ്ട്, ഞാൻ പോകാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെ പറയുന്നതാണ് ഈ ടെൻസ്. നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പാസീവ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതുണ്ടാക്കുന്ന രീതി, സബ്ജക്ട് അതിന്റെ കൂടെ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ഇതിലേതെങ്കിലും വഹിക്കും. ഇവിടെ ഐ ആയതുകൊണ്ട് ആം ആണ് എപ്പോഴും ഉപയോഗിക്കുക. ഇത് മൂന്നും നമുക്കറിയാം. വെർബ് ബി, ബി എന്ന വെർബിന്റെ പ്രസന്റ് ഫോമിലുള്ള രൂപങ്ങളാണ്. നമ്മൾ വിശദമായിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വഹിക്കും. എപ്പോഴും പാസീവ് വാചകങ്ങളിൽ ഈ ഫോം ആയിരിക്കും ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ കണ്ട സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഈ ഫോം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്നത് പാസീവ് ആണ്. ഇതിൽ ഈ ഫോം ഉപയോഗിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ വാചകം കണ്ടു, ഐ ആം ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ട്. നേരത്തെ കണ്ടത് ഞാൻ തിരഞ്ഞെടുക്കാറുണ്ട്, ഐ ചൂസ്, ഐ ചൂസ്. ഇതിൽ വെർബ് എന്ന് പറയുന്നത് ആം ചോസൺ ആണ്, ആം ചോസൺ. ഇന്ന് ചോദ്യം കാണുകയാണ്. ചോദ്യം ഉണ്ടാക്കുന്ന രീതി അറിയാം. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടുക. ആം കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ ചോദ്യമായി. എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടുക. ആം ഐ ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ടോ? പഴയതിന്റെ ചോദ്യം ഡു ഐ ചൂസ്, ഓർക്കുന്നുണ്ട്? ഡു ഐ ചൂസ്, അതായിരുന്നു പഴയത്. ഇത് പാസീവ് ആണ്. ആം ഐ ചോസൺ. നമുക്ക് നോക്കാം. ആം ഐ ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാറുണ്ടോ? ആം ഐ ഹെൽപ്ഡ്, എന്നെ സഹായിക്കാറുണ്ടോ? പഴയത് ഡു ഐ ഹെൽപ്, ഞാൻ സഹായിക്കാറുണ്ടോ? ആം ഐ ടോട്ട്, ആം ഐ ടോട്ട്, എന്നെ പഠിപ്പിക്കാറുണ്ടോ? എന്നെ പഠിപ്പിക്കാറുണ്ടോ? പഴയത് ഡു ഐ ടീച്ച്, ഡു ഐ ടീച്ച്, ഞാൻ പഠിപ്പിക്കാറുണ്ടോ? ആം ഐ സെൻഡ്, എന്നെ അയക്കാറുണ്ടോ? പഴയത് ഡു ഐ സെൻഡ്, ഞാൻ അയക്കാറുണ്ടോ? ആം ഐ പണിഷ്ഡ്, ആം ഐ പണിഷ്ഡ്, എന്നെ ശിക്ഷിക്കാറുണ്ടോ? പഴയത് ഡു ഐ പണിഷ്, ഡു ഐ പണിഷ്, ഞാൻ ശിക്ഷിക്കാറുണ്ടോ? ആം ഐ ടോൾഡ്, ഇത് ശ്രദ്ധിക്കണം. ആം ഐ ടോൾഡ്, എന്നോട് പറയാറുണ്ടോ? എന്റെ മലയാളം അങ്ങനെയാ. എന്നെ പറയാറുണ്ടോ എന്നല്ല, എന്നോട് പറയാറുണ്ടോ? ആം ഐ ടോൾഡ്, എന്നോട് പറയാറുണ്ടോ? എന്നോട് പറയാറുണ്ടോ? പഴയത് ഡു ഐ ടെൽ, ഡു ഐ ടെൽ, ഈ ഫോം പ്രസന്റ് ഫോം. ഡു ഐ ടെൽ, ഞാൻ പറയാറുണ്ടോ? അത് നമ്മൾ പഠിച്ചതാ. ആം ഐ ആസ്ക്ഡ്, ആം ഐ ആസ്ക്ഡ്, ഇത് ശ്രദ്ധിക്കണം. നിന്റെ മലയാളം എന്നോട് ചോദിക്കാറുണ്ടോ? എന്നോട് ചോദിക്കാറുണ്ടോ? എന്നെ ചോദിക്കാറുണ്ടോ എന്നല്ല, എന്നോട് ചോദിക്കാറുണ്ടോ. ഓക്കെ. പഴയത് ഡു ഐ ആസ്ക്, ഡു ഐ ആസ്ക്, ഞാൻ ചോദിക്കാറുണ്ടോ. ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. മറ്റു വെർബ്സ് ഉപയോഗിക്കാം. പക്ഷെ വാചകം ശരിയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും പറയുന്ന പോലെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തെറ്റുകൾ വന്ന് തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല. ഇന്ന് രണ്ടാമത്തെ വാചകമാണ് നമ്മൾ കണ്ടത്, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതിന് പാസീവ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഐയുടെ ഉപയോഗമാണ്. രണ്ടാമത്തെ വാചകം ചോദ്യം. ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്, 4 വാചകങ്ങളാണ് ഇതിലും കാണുക.
നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ചോദ്യമുണ്ട്. ഇനി വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്, കുറച്ച് വെർബ്സ് ആ ലിസ്റ്റിൽ നിന്ന് എല്ലാ ദിവസവും പഠിക്കണം. അതുപോലെ മറ്റു വെർബ്സ് പഠിക്കുക, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം. ഒത്തിരി വാക്കുകളൊക്കെ അറിയാമെങ്കിൽ വളരെ ഭംഗിയായിട്ട് സുന്ദരമായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ വായിച്ചു നോക്കുക, നമുക്ക് മനസ്സിലാകുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട്, ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 11ാമത്തെ ലിസ്റ്റാണ്.
നമ്മൾ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വെർബുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല. പക്ഷെ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരലാണ്, സാറേ എസ് വരുന്നത് സിംഗുലർ ആണ്, ചിലതിന്റെ ഇവിടെ IS എന്നൊക്കെ ആയിരിക്കാം. അർത്ഥം ഒന്ന് തന്നെയാണ്, ഒന്ന് പ്ലൂരൽ മറ്റേത് സിംഗുലർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. grow, grew, grown, blow, blew, blown, fly, flew, flown, throw, threw, thrown, know, knew, known, draw, drew, drawn, withdraw, withdrew, withdrawn. വെർബുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇവ പ്രത്യേകതയുള്ള വെർബുകളാണ്. ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ED എന്നോ കൂട്ടിച്ചേർത്തല്ല, മൂന്ന് രീതിയിലാണ് അല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്ന വെർബുകളിലൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ED എന്നോ ഈ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ്. അപ്പൊ നമുക്കവ കാണാം. preach, preached, preached, prepare, prepared, prepared, pretend, pretended, pretended, pump, pumped, pumped, rain, rained, rained, reduce, reduced, reduced, reject, rejected, rejected, reply, replied, replied, sow, sowed, sowed, scrub, scrubbed, scrubbed, shave, shaved, shaved, sigh, sighed, sighed, sip, sipped, sipped, smash, smashed, smashed, stay, stayed, stayed, waste, wasted, wasted, wave, waved, waved, wine, wined, wined, wave, waved, waved, worry, worried, worried, wrap, wrapped, wrapped, wonder, wondered, wondered. എപ്പോഴും ഓർക്കുക, ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുപോലെ ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ വെറുതെ SCRK അല്ല IES എന്നൊക്കെ ആയിരിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. അല്ല പാസ്റ്റ് ഫോമിലൊക്കെ ചിലതിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും, അത് ഇരട്ടിച്ചിട്ടുണ്ടാകും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.